കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. വി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗ് കോട്ട തകർത്ത താനൂരിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ടി മുഹമ്മദ് സമീർ ജനവിധി തേടും. ഒടൂർ പഞ്ചായത്തിലെ പുൽപ്പറമ്പ് സ്വദേശിയായ ടി മുഹമ്മദ് സമീർ ജീവകാരുണ്യ പ്രവർത്തകനാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ടി മുഹമ്മദ് സമീർ. കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ തനിക്ക് നേട്ടമാകുമെന്ന് സമീർ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമായിരുന്ന താനൂരിൽ 2016 അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ 4918 വോട്ടുകൾക്കാണ് വി അബ്ദുറഹ്മാൻ പരാജയപ്പെടുത്തിയത്. 60 വർഷം കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് പിന്നീട് താനൂർ സാക്ഷ്യം വഹിച്ചതെന്ന് LDF അവകാശപ്പെടുന്നു. 2021 യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ 985 വോട്ടുകൾക്കാണ് താനൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയം നേടിയത്. തുടർന്ന് വി അബ്ദുറഹ്മാൻ 2ാം പിണറായി മന്ത്രിസഭയിൽ കായിക, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായി. ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല വികസനം, ക്ഷേമപ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF ഇക്കുറി മണ്ഡലത്തിൽ വോട്ടു തേടുന്നത്. വി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗ് കോട്ട തകർത്ത താനൂരിൽ ടി മുഹമ്മദ് സമീറാണ് ജനവിധി തേടുക. വി അബ്ദുറഹ്മാനിലൂടെ വിജയക്കൊടി പാറിച്ച LDF അതേ വിജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി അബ്ദുറഹ്മാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ തന്നെയും വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയും പങ്കുവയ്ക്കുന്നു. അതെ, റഹ്മാൻ ഖാൻ മത്സരിച്ചു, ജയിച്ചു. 2000-ന് മേലെ കോടിയുടെ വികസനം താന്നൂർ മണ്ഡലത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുടർച്ച വേണം, അത് പോരാ എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ വിളിച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യും, ഇൻവൈറ്റും ചെയ്യും.